മോദിയും അമിത്ഷായും പേടിക്കുന്നത് സംഭവിക്കാൻ പോകുന്നു. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. NDA സഖ്യത്തിൽ നിന്ന് നിതീഷ് കുമാർ അകലാൻ തുടങ്ങി എന്ന് വേണം കരുതാൻ. അത് ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ നിതി ആയോഗ് യോഗത്തിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുനിന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന നിതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് NDA സഖ്യകക്ഷിയായ JDU അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷത വഹിച്ചത്. ഈ യോഗത്തിലാണ് നിതീഷ് വിട്ടുനിന്നത്. ബീഹാറിന് പ്രത്യേക പദവി നൽകാത്തതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിതീഷ് BJPയുമായി ചെറിയ അകൽച്ചയിലാണ്. ഇതിനെ തുടർച്ചയായി പ്രധാനമന്ത്രി അധ്യക്ഷനായ പരിപാടി ആയിട്ടുകൂടി നിതീഷ് വിട്ടുനിന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നിതീഷ് കുമാറിന് പകരം JDUവിന് വേണ്ടി യോഗത്തെ പ്രതിനിധീകരിച്ചെത്തിയത് ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരിയും വിജയ് കുമാർ സിൻഹയുമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബീഹാറിൽ നിന്നുള്ള 4 കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും എന്നാൽ നിതീഷ് കുമാർ ഇല്ലാത്തതിൽ ഒന്നും ഇപ്പോൾ പറയാനില്ലെന്നും JDU വക്താവ് നീരജ് കുമാർ പറഞ്ഞിരുന്നു. ഇതും വലിയൊരു ഊഹാപോഹങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അതിനിടെ നിതി ആയോഗ് യോഗത്തിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയിരുന്നു. 5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂവെന്നും തന്റെ മൈക്ക് ഓഫ് ചെയ്തെന്നും മമത പറഞ്ഞു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് വിവേചനം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്തു. എന്നെ 5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ. എനിക്ക് മുൻപുള്ള ആളുകൾ 10-20 മിനിറ്റ് വരെ സംസാരിച്ചെന്നും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ മമതാ ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ യോഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 2024 കേന്ദ്ര ബജറ്റിൽ തങ്ങളുടെ സംസ്ഥാനങ്ങളോട് പക്ഷപാതം കാണിച്ചുവെന്നാരോപിച്ചാണ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഇവർ പ്രഖ്യാപിച്ചത്. അതേസമയം നിതീഷിന്റെ വിട്ടുനിൽക്കൽ വരും ദിവസങ്ങളിൽ BJPക്ക് നെഞ്ചിടിപ്പേറും എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്.